ഇതിലെന്താ ഉണ്ടായത്? ആദ്യം തുടങ്ങിയ എന്താണ്? പി ജിക്ക് ഓർമ്മയുണ്ടല്ലോ, ഏഷ്യാനെറ്റ് ന്യൂസിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ് പോറ്റിയും തമ്മിലുള്ള എന്തോ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അതും ഈ അയ്യപ്പ സംഗമത്തിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് എന്ന് പറഞ്ഞു. ഇതിന് അവസാനം അകത്ത് പോയതാരാ? ഏഷ്യാനെറ്റിന്റെ ആൾക്കാരാണ് അകത്ത് പോയി കിടക്കുന്നത്. ഉണ്ടതിന്ന് അകത്ത് കിടക്കുന്ന ആൾക്കാരല്ലേ ഇവരുടെ ആൾക്കാരല്ലേ? ഇവരുടെ പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, ഇവരുടെ പാർട്ടി പിന്നെ ചെലവും കൊടുത്ത് നടത്തിയ, ഇവരുടെ പാർട്ടി ആൾക്കാരെ തെരഞ്ഞെടുപ്പിൽ നിർത്തി ജയിപ്പിച്ച, ഇവരുടെ പാർട്ടി നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ കാലപരിധി ടെർമിനേറ്റ് ചെയ്തതിനു ശേഷം പിന്നീട് കൊണ്ടുവന്ന് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. എന്നിട്ട് നമ്മൾ ഈ ഇതേ ലോജിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇപ്പോ പോറ്റിയെ കൊണ്ടുവന്ന തന്ത്രിയാണെങ്കിൽ തന്ത്രിയും കുറ്റക്കാരനാണ് എന്ന് പറയുന്നതാണെങ്കിൽ, പത്മകുമാറിനെ കൊണ്ടുവന്നിരിക്കുന്ന ആരാണ്? CPM-ന്റെ സംസ്ഥാന സമിതിയല്ലേ? അവരല്ലേ തീരുമാനിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി കുറ്റക്കാരാകും. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള മുൻ MLA ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ പത്മകുമാർ. പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ പറയുന്നത് നോക്കൂ, നമ്മൾ കുറ്റപത്രം വരുന്ന സമയത്ത് അത് പരിശോധിച്ചതിന് ശേഷം നോക്കാമെന്ന്. കുറ്റപത്രം വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് കോടതിയിൽ നമുക്ക് കാണാമെന്ന് പറയും. കോടതിയിൽ നിന്ന് വിധി വരുമ്പോൾ അത് അദ്ദേഹത്തിനെതിരാണെങ്കിൽ എന്ത് പറയും? അത് ഈ കോടതി മാത്രമല്ലല്ലോ ഉള്ളത്, വേറെ കോടതി ഉണ്ടല്ലോ എന്ന് പറയും. എന്നിട്ട് വേറെ കോടതി പോയി കഴിഞ്ഞാൽ എന്ത് പറയും? ആ സമയത്ത് പറയും അതിന്റെ ഏറ്റവും അവസാനത്തെ അപ്പീൽ കൊടുക്കാനുള്ള മാർഗ്ഗം ഉണ്ടല്ലോ, അന്നേരം വരട്ടെ എന്ന് പറയും. കുഞ്ഞനന്തൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, അദ്ദേഹം ഇതേപോലെ തന്നെ ശിക്ഷിക്കപ്പെട്ട് പ്രതി എന്നുള്ളതിൽ നിന്ന് സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്തിട്ട് കുറ്റവാളിയായതാണല്ലോ. എന്നിട്ട് ജയിലിൽ കിടന്നല്ലോ. അതിന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹം സമൂഹത്തിന് നൽകിയിരിക്കുന്ന സംഭാവനകളെ കുറിച്ച് വാദോരാതെ പ്രശംസിച്ച് പോസ്റ്റിട്ട ആൾക്കാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ ഏറ്റവും വലിയ നന്മപരമായിട്ടുള്ള ശ്രീമതി KK ശൈലജ ടീച്ചറും ഒക്കെ. അപ്പൊ ഇതാണ് ഇവരുടെയൊക്കെ മൊത്തത്തിലുള്ള ഒരു നീതിബോധം. ഈശ്വര, ഇവിടെ ആരും പറഞ്ഞു ചിരിക്കാനായിട്ട്.